എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു വർഷത്തോളം ആയി. ആകസ്മികമായ ഒരു സാഹചര്യത്തിൽ ഈ മേഖലയിൽ വന്നുപെട്ടതാണ്. വന്നുപെട്ട കാലത്തും ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല. ഇടയ്ക്ക് അല്പകാലം ഒരു ചെറിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനകത്ത്, അതും ഒരു 20 ദിവസത്തിൽ താഴെ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നതൊരു സത്യം ഒഴിച്ചാൽ അത് ഞാൻ രാജിയും വെച്ചു. അതിനുശേഷം പിന്നീട് ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും സജീവ പ്രവർത്തകനുമല്ല. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് യൂട്യൂബിൽ നിന്ന് പഠിച്ച ചില കാര്യങ്ങൾ, അത് നിങ്ങൾക്കും ഗുണപ്പെടാം, യൂട്യൂബ് ചെയ്യുന്നവർക്കും ഗുണപ്പെടാം. ആ വക കാര്യങ്ങളെക്കുറിച്ച് 8-10 കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാനിപ്പോൾ മനസ്സിലാക്കിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ കേരളത്തിലെ ജനത്തിൽ നല്ലൊരു ശതമാനത്തിൻ്റെയും ഏറ്റവും അധികം സമയം കളയുന്ന ഒരു പദ്ധതിയാണ് ഈ ഫോണിലെ പണി. ഇപ്പോൾ പ്രത്യേകിച്ച് ഈ എല്ലാ സംവിധാനവും കൂടെ, കമ്പ്യൂട്ടറും ടി വിയും എല്ലാം കൂടെ ഫോണിലോട്ടായി കഴിഞ്ഞപ്പോൾ കേരളത്തിൽ ഇപ്പോൾ സമയമില്ലെന്ന് മനുഷ്യൻ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം അവൻ്റെ സമയം മുഴുവൻ മൊബൈൽ അപഹരിക്കുന്നു എന്നുള്ളതാണ്. നെറ്റ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ, ഇൻ്റർനെറ്റിലെ പണികളെല്ലാം കൂടെ കണക്കൂട്ടി നോക്കുമ്പോൾ അവന് സമയം തികയുന്നില്ല. കേരളത്തിൻ്റെ മാൻ പവറിൽ നല്ലൊരു ശതമാനവും ഇപ്പോൾ ഫോൺ മേഖലയിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ, ഇൻ്റർനെറ്റ് മേഖലയിൽ പോകുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്നാന്ന് ചോദിച്ചാൽ, കേരളത്തിലിപ്പോൾ ആളുകൾക്ക് സത്യം ഒന്നും അറിയണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. 90% ആളുകൾക്കും എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇപ്പോൾ സത്യ അന്വേഷണികൾ വളരെ കുറവാണ്. കുറ്റം അന്വേഷിക്കുന്നവർ ഇഷ്ടം പോലെ ഉണ്ട് താനും. അത് ഈ കമൻറ്റുകളെല്ലാം താവോട്ട് നോക്കിയാൽ അറിയാം. കുറ്റം അന്വേഷിക്കാമെന്നോ എന്നാ പറഞ്ഞാലും അതിന് കുറ്റം അന്വേഷിക്കുക എന്നുള്ളതെ സത്യം അന്വേഷിക്കുന്ന ആളുകൾ വളരെ കുറവാണ് എന്നുള്ളതാണ് രണ്ടാമത് മനസ്സിലാക്കിയ കാര്യം. മൂന്നാമത് മനസ്സിലാക്കിയ ഒരു കാര്യം, ഒരു സംഭവത്തിന് അനുകൂലമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ പക്ഷം രാഷ്ട്രീയക്കാരനാണെന്ന് പറയും. സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എതിർ രാഷ്ട്രീയക്കാരനാണെന്ന് പറയും. സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ മൂന്നാമതായിട്ട് മനസ്സിലാക്കിയ കാര്യമാണ്. അടുത്തത് മനസ്സിലാക്കിയ ഒരു പ്രധാന കാര്യം, നല്ല കാര്യങ്ങൾ, ഗുണമുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ കേൾക്കാൻ ഒറ്റ മനുഷ്യനും ഇല്ലെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം. നല്ല കാര്യങ്ങൾ, ഗുണമുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ സോഷ്യൽ മീഡിയ കേൾക്കാൻ ഒറ്റ മനുഷ്യനില്ല, വളരെ അപൂർവ ആളുകൾ. പിന്നെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ തംബ്നെയിൽ ഡിസൈനിങ് എന്ന് പറഞ്ഞാൽ ഈ ആദ്യം നമ്മൾ മൊബൈൽ എടുത്ത് നോക്കുമ്പോൾ കാണുന്ന ആ ഫ്രണ്ട് പടം, അതിനകത്തുള്ള എഴുത്ത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുക, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണം വീണു എന്നെഴുതിയിട്ട് ഒരു കുഞ്ഞു കൊച്ചിമാർക്ക് സൈഡിലിട്ടാങ്കിൽ അത് നോക്കാൻ ആളുണ്ട്. എന്തെങ്കിലുമൊക്കെ കളിപ്പിക്കുന്ന രീതിയിൽ എഴുതി വെച്ചാൽ നോക്കാൻ ആളുണ്ട്. നേരായ രീതിയിൽ എഴുതി വെച്ചാൽ നോക്കാൻ ഒറ്റ ആളില്ല. നമുക്ക് ഈ അടുത്ത കാലത്ത് മനസ്സിലായ ഒരു കാര്യമാണ്. ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ പറഞ്ഞാൽ അത് നെഗറ്റീവ്. അടുത്ത മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞാൽ അത് നെഗറ്റീവ്. ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവ്. ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവ്. പിന്നെ അടച്ചാക്ഷേപിച്ചില്ലെങ്കിൽ പക്ഷം പിടിക്കുന്നു. അടച്ചാക്ഷേപിച്ചില്ലെങ്കിൽ, അതിനകത്ത് ഉദാഹരണം പറയാം. ഞാൻ ഈ ദിവസങ്ങളിൽ കോപ്പറേറ്റീവ് ബാങ്കിനെ കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്തപ്പോൾ, ഈ കോപ്പറേറ്റീവ് ബാങ്ക് എല്ലാ ബാങ്കുകളൊന്നും പൊട്ടിപ്പൊളിഞ്ഞ് പോയിട്ടില്ല. നല്ലൊരു ശതമാനം പൊട്ടിപ്പൊളിഞ്ഞ് പോയിട്ടില്ല. അവിടുത്തെ സ്റ്റാഫൊന്നും 90% സ്റ്റാഫും കുഴപ്പക്കാരുമല്ല. 90% സ്റ്റാഫും കുഴപ്പക്കാരൊന്നുമല്ല. അതുങ്ങൾ നമ്മുടെ കൂടെയുള്ള ആളുകളാണെന്നുള്ള ഒരു മനോഭാവം കൂടെ നമ്മളിതിനകത്ത് ചിന്തിക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. എല്ലാ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരും ഒന്നും അഴിമതിക്കാരൊന്നുമല്ല. നമ്മൾ അടച്ചങ്ങനെ പറയണ്ട, എല്ലാ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ, ഞാൻ ഒരിക്കലും ഉദ്ദേശിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ പോസിറ്റീവ്, ഉള്ള കാര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ നെഗറ്റീവ്. നമ്മളുടെ ആളുകൾ ഇപ്പം മനസ്സിലാക്കി വെക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഇനി എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയൊരു കാര്യമുണ്ട്. സ്ഥിരമായി മനോരമ പത്രം വായിച്ചാൽ ഉണ്ടാകുന്ന ഒരു മനോരോഗമുണ്ട്. സ്ഥിരമായി മനോരമ പത്രം വായിച്ചാൽ ഉണ്ടാകുന്ന ഒരു മനോരോഗം ഉണ്ടെന്ന് സോഷ്യൽ മീഡിയ കണ്ടുപിടിച്ചിരിക്കുന്നു. എനിക്കതിനകത്തുനിന്ന് മനസ്സിലായത് എന്നാന്ന് വെച്ചാൽ, സ്ഥിരമായി ദേശാഭിമാന പത്രം വായിക്കുന്നവർക്ക് മാത്രമേ ഈ മനോരോഗം കണ്ടുപിടിക്കാനും പറ്റുള്ളൂ. സ്ഥിരമായി ദേശാഭിമാനി പത്രം വായിക്കുന്നവർക്ക് മാത്രമേ ഈ മനോരോഗം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. പിന്നെ ചിലരുടെയൊക്കെ ധാരണ യൂട്യൂബിൽ നിന്ന് ലക്ഷങ്ങൾ വരുമാനം ഉണ്ടെന്നാണ്. ലക്ഷങ്ങൾ വരുമാനം അങ്ങനെ ചുരുക്കം യൂട്യൂബർമാർക്കൊക്കെ ഉണ്ടെന്നുള്ളത് സത്യമാണേലും മിക്ക യൂട്യൂബർമാരുടെ അവസ്ഥയൊന്നും അങ്ങനെയൊന്നും അല്ല. മിക്കർക്കും സബ്സ്ക്രൈബേഴ്സ് ഇല്ല. മിക്കർക്കും ഇതിന് ഒരു പണത്തിനുള്ള അല്ലെങ്കിൽ ഒരു വരുമാനത്തിനുള്ള അപേക്ഷ വെക്കാനുള്ള മണിക്കൂർ വാച്ചിങ് പോലുമില്ല. നമ്മൾ ഈ സോഷ്യൽ മീഡിയ കയറി നോക്കിക്കഴിഞ്ഞാൽ അനേകർക്ക് ഈ 500 സബ്സ്ക്രൈബേഴ്സും 3000 വാച്ചിങ് മണിക്കൂർ കൊണ്ടല്ലേ ഇതിന് മോണിറ്റൈസേഷൻ ആപ്ലിക്കേഷൻ വെക്കാൻ പറ്റുള്ളൂ.
അതുപോലും ഇല്ലാത്തവരുണ്ട്. 2 വർഷം കൊണ്ട് 2 സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള യൂട്യൂബർമാർ ഇഷ്ടം പോലെയുണ്ട്. ജനം ധരിച്ചു വച്ചിരിക്കുന്ന ഇതിനകത്ത് നിന്ന് ഏതാണ്ട് വലിയ വരുമാനം. മിക്കവർക്കും ഇതൊരു എന്നതാ ഒരു പാഷനാണ്, അല്ലെങ്കിൽ അവർക്ക് ചില കാര്യങ്ങൾ പറയാനുള്ളൊരു വേദിയാണ്. അങ്ങനെയൊക്കെയാണ് പലരും ഇതിനെ ഉപയോഗിക്കുന്നത്. അല്ലാതെ ഇത് എല്ലാവർക്കും ഭയങ്കര വരുമാനമുള്ളൊരു മേഖലയൊന്നുമല്ല. പിന്നെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പറയുന്ന ചരിത്ര സത്യങ്ങൾ പോലും അനേകർ ചോദ്യം ചെയ്യുക. ഉദാഹരണം പറയാം, ഞാൻ ജനിച്ചത് 1972 ചില കാര്യങ്ങൾ പറയുമ്പോൾ ആൾക്കാർക്ക് ദേഷ്യം വരുമ്പോൾ എന്നെ കളവാന്നൊക്കെ വിളിക്കും. കളവ, കാർന്നവരെ എന്നൊക്കെ വിളിക്കും. പക്ഷേ 1972 ജനിച്ച എനിക്ക് 52 വയസ്സുണ്ട്. ഈ 52 വയസ്സിൽ 72 ജനിച്ച ഞാൻ 82 വയസ്സിൽ എൻ്റെ അപ്പം കൂലിപ്പണിക്ക് പോകുന്ന കാലത്ത് അപ്പന് കിട്ടിക്കൊണ്ടിരുന്ന വരുമാനം ആഴ്ചയിൽ 12 രൂപയായിരുന്നു. ഒരു ദിവസം 2 രൂപ വെച്ച്. കുരുമുളക് തോട്ടത്തിൽ രാവിലെ 7:30 മുതൽ വൈകുന്നേരം 5 മണി വരെ മല്ലം പണി ചെയ്യുന്ന അപ്പന് കിട്ടുന്ന കൂലിയായിരുന്നു 2 രൂപ. അത് ആ ഉടമസ്ഥന്മാർ കൊണ്ട് കൊടുക്കുമ്പോൾ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, അന്നത്തെ കാലത്ത് 2 രൂപയുടെ പുത്തൻ നോട്ട് കൊണ്ടുവരും. അപ്പനെ ശനിയാഴ്ച വൈകുന്നേരം ഈ 12 രൂപ 6 2 രൂപ നോട്ട് കൊണ്ടുവരും. ഒരാഴ്ചത്തെ കൂലിയാണ്. ഈ 2 രൂപ വെച്ച് 12 രൂപയ്ക്കകത്ത് ഒരു 2 രൂപയും കൊണ്ട് കടയിൽ പോയി കഴിഞ്ഞാൽ അത്യാവശ്യ സാധനങ്ങളെല്ലാം വീട്ടിലോട്ട് കിട്ടുമായിരുന്നു. ഞാനൊരു വീഡിയോയ്ക്കകത്ത് ഇതെൻ്റെ സാഹചര്യം പറഞ്ഞു. ഞാനിത് കണ്ട് അനുഭവിച്ച ആളാണ്. ഈ 2 രൂപ കൈ മേടിച്ച 2 രൂപയും കൊണ്ട് ഞാൻ കടയിൽ പോയിട്ടുള്ള ആളാണ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ യൂട്യൂബർമാർ പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ കമൻറ്റുകാർ പറയുന്നത്, അത് ആ കാലത്ത് അങ്ങനെയൊന്നും അല്ലായിരുന്നു, ഭയങ്കരമായിരുന്നെന്നാണ് പറയുന്നത്. അതായത് നമ്മളിപ്പം മനസ്സിലാക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ, നേരായ രീതിയിൽ ഒരു കാര്യം പറഞ്ഞാൽ, സത്യസന്ധമായ രീതിയിൽ ഒരു കാര്യം പറഞ്ഞാൽ ഇതിനെ എല്ലാം വെട്ടുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു രീതി. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം സന്തോഷ് ജോർജ് പറഞ്ഞു, ഒരാൾ യൂട്യൂബിൽ ഒരു കാര്യം പറഞ്ഞു, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ ഒരു വീടാന്ന്. അതിൻ്റെ താഴെ ഉടനെ കമൻറ്റ്, അതിന് ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്കത് വളരെ കറക്റ്റായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ ഒന്ന് ചെയ്യണമെന്ന് വിചാരിച്ചത്. ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ജനം പോയി. അതുകൊണ്ട് എന്ത് വേണ്ടി, വെള്ളപ്പൊക്കം ഒരു വശത്തൂടെ, വെയിൽ ഒരു വശത്തൂടെ, ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത അവസ്ഥ വേറൊരു വശത്തൂടെ, ശമ്പളം പോലും കൊടുക്കാനുള്ള വഴിയില്ല, ഒരു സാധനങ്ങൾക്കും വിലയില്ല, ഇന്ത്യയിലെ ഏറ്റവും തകർന്നു കിടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളെത്തി എന്നുള്ളതിൻ്റെ ഒരു പ്രധാന കാരണങ്ങളിൽ ചിലതായിപ്പോൾ ഈ പറഞ്ഞത്. അപ്പോൾ ഇതാണ് ഇതിനകത്തുനിന്ന് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് കിട്ടിയ ഒരു പൊതു അറിവ് എന്ന് നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.